ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഗുവാഹത്തിയിൽ നടക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ കളിക്കില്ല. ഒന്നാം ടെസ്റ്റിനിടെ കഴുത്തിൽ പരിക്കേറ്റ താരം ടീമിനോടൊപ്പം ഗുവാഹത്തിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ പരിക്ക് പൂർണ്ണമായും മാറാത്തതിനാൽ രണ്ടാം ടെസ്റ്റിലും കളിക്കണ്ട എന്നാണ് തീരുമാനം. പകരം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് ആകും ഇന്ത്യയുടെ ക്യാപ്റ്റനാകുന്നത്. നിലവിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റനാണ് ഋഷഭ് പന്ത്. നാളെയാണ് പരമ്പരയിലെ രണ്ടാം മത്സരം തുടങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക വിജയിച്ച സാഹചര്യത്തിൽ ഗുവാഹത്തിയിൽ ജയിച്ച് പരമ്പര സമനിലയാക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. നവംബർ 30-ന് തുടങ്ങുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലും ഗില്ല് കളിക്കാൻ സാധ്യതയില്ല. നവംബർ 23-ന് ഏകദിന ടീമിനെ BCCI പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഗില്ല് രണ്ടാം ടെസ്റ്റിൽ കളിക്കാത്ത സാഹചര്യത്തിൽ സായ് സുദർശൻ പകരക്കാരനായി ടീമിലെത്തി. കൊൽക്കത്ത ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിടെ ഗിൽ റിട്ടയർഡ് ഹെഡായി മടങ്ങുകയായിരുന്നു. പിന്നാലെ ഇന്ത്യൻ ക്യാപ്റ്റനെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. റിസ്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഗില്ലിനെ രണ്ടാം ടെസ്റ്റിൽ പുറത്തിരുത്തുന്നതെന്ന് ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൊൽക്കത്ത ടെസ്റ്റിൽ 30 റൺസിനാണ് ഇന്ത്യ തോറ്റത്. 124 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 93 റൺസ് എടുത്ത് ആൾ ഔട്ട് ആകുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ 38-ാം ടെസ്റ്റ് ക്യാപ്റ്റനായി ഋഷഭ് പന്ത് എത്തുന്നത്.